ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷനിലാണ് ബേസ്ഡ് റീഡിങ്സ് ഉള്ളത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ക്യാൻസറിന് വേണ്ടിയിട്ട് ഓവറോൾ എനർജി ആണ് 3 of Swords. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ആണ് പേജ് ഓഫ് Swords. നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ആണ് ടവർ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് ഫൂൾ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോണത് ലവേഴ്സ്. ആൻഡ് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോണത് ആക്ഷൻ എടുക്കാൻ പോണത് സ്ട്രെങ്ത്. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ ഓവറോൾ എനർജി 3 of Swords ആണ്. ഇത് ഹാർട്ട് ബ്രേക്ക് ആണ്, ഇത് ഒരു എൻഡിങ് ആണ്, ഡിസപ്പോയിൻമെൻ്റ് ആണ്, ഇതൊരു ബിട്രിയൽഡ് എനർജിയാണ്. ആരോ നിങ്ങളെ ബിട്രേ ചെയ്തു മാതിരി ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഡിസംബർ മാസത്തിൽ. ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല വെച്ചാൽ മേ ബി ഇത് ഒരു വരാൻ പോണ എനർജി ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ പേജ് ഓഫ് സോഡ്സ് ആണ്. ഈ പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ ആണ്. ഓക്കെ, ഇത് ഈ സിറ്റുവേഷൻ ഉണ്ടായത് ഈ പേഴ്സൻ്റെ കൂടെ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി ഒരു പുതിയ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു ഹാർട്ട് ബ്രേക്കിൽ ഉണ്ടാവുമ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണത്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ അതായിരിക്കില്ല നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് വേണ്ടിയിട്ട് ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങളെന്തോ ഫൈൻഡ് ഔട്ട് ചെയ്തു ആൻഡ് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. അങ്ങനെയും ആവാം. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ടവറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി, ഓരൽസ് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു. ആൻഡ് അതുകൊണ്ട് ഇവിടെ ഒരു എക്സ്പ്ലോഷൻ മാതിരി, ഒരു വലിയ സീക്രട്ട് പുറത്തു വരണ മാതിരി എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഈ മാസം. അപ്പോൾ ഈ 3 of Swords എന്താണ്? Three of Swords, ഇവിടെ Ace of Swords ഉണ്ട് ആൻഡ് കിങ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞ മാതിരി ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു അക്വേറിയസ് ആയിരിക്കാം, ഇല്ലാച്ച അക്വേറിയസ്, ലീബ്ര, ജെമിനി ആയിരിക്കാം. ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് പറയുന്നുണ്ട്. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ കുറേ ഹാർട്ട് ബ്രോക്കൺ ആവണു. അതാണ് ഞാനിവിടെ കാണുന്നത്. പേജ് ഓഫ് സോഡ്സ്, ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? Three of Pentacles and 3 of Wands. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം. അവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ആവണം എന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ അവർ വെയിറ്റ് ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾ വേറെ ആരുടെയോ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ഇപ്പോൾ
കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അവിടെ ഒരു ബ്രേക്കപ്പ് ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യണത് ശരിയായ സമയത്തിന് വേണ്ടിയിട്ടാണ്. ആ ശരിയായ സമയമാകുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുമില്ല, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നുണ്ട്. അവർ മേ ബി ഓൾറെഡി നിങ്ങൾക്ക് ഹിന്റ് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ ടവർ എന്താണ് ഇവിടെ കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഈ പേഴ്സന്റെ ലൈഫിലാണോ തേർഡ് പാർട്ടി ഓർഎൽസ് നിങ്ങളുടെ ലൈഫിലാണോ തേർഡ് പാർട്ടി, അത് എനിക്ക് ഇവിടെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതൊരു പുതിയ പേഴ്സൺ ആണെച്ചാൽ മേ ബി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ആരും ഉണ്ട്. അത് നിങ്ങൾക്ക് മുമ്പേ അറിയണ്ടായില്ല. അറിഞ്ഞപ്പോൾ കുറച്ചൊരു ഷോക്കായി പോയി. പക്ഷെ ഇവിടെ ഞാൻ വേറെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഫുൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്. നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യണം എന്നുണ്ട് ആൻഡ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ. ഈ പേഴ്സൺ പേജ് ഓഫ് വോൺസിന്റെ എനർജിയിലാണ് കറണ്ട് ഫീലിങ്സ്. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കുറെ പാഷൻ ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ആയിട്ടല്ല കൺവേർട്ട് ആയിരിക്കണം. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സന്റെ ഫീലിങ്സ് ഇപ്പോൾ ഒരു ന്യൂ ഫീലിങ്സ് ആണ്, പുതിയ ഫീലിങ്സ് ആണ്. അവർ മേ ബി നിങ്ങളെ റീസെന്റ് മീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് നല്ല കെമിസ്ട്രി ഉണ്ടാവും. പക്ഷെ ഇവിടെ ലവ് ഇല്ല. ഓക്കെ, അത് ആ സ്റ്റേജ് വരെ എത്തിയിട്ടില്ല. അപ്പോൾ ഫുൾ 10 of swords. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു ഓൾറെഡി ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ ആയിരുന്നു. ഓർഎൽസ് മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നിങ്ങൾ കുറെ ഹാർട്ട് ബ്രോക്കൺ ആയി. എന്നുവെച്ചാൽ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് 10 of swords ഉം 8 of cups ആണ്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിന് വാക്ക് അവേ ചെയ്യാനാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വാക്ക് അവേ ചെയ്യണു. എന്നുവെച്ചാൽ ഈ പേഴ്സൺ പറഞ്ഞത് വേറെ എന്തോ ആയിരിക്കാം, ഓർ പറയാത്ത കാര്യം അതുകൊണ്ട് ഉണ്ടായ ഹാർട്ട് ബ്രേക്ക്, ഡിസപ്പോയിന്റ്മെന്റ്, ബ്രേക്കപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ സൈഡിൽ. ഓക്കെ, നിങ്ങൾ കുറെ ബിട്രേഡ് ആയി ഫീൽ ചെയ്യണു. ഈ പേഴ്സൺ എന്താ നിങ്ങളോട് പറയാത്തത്, അതിന്റെ കാരണം. ഓക്കെ, അപ്പോൾ ഈ പേജ് ഓഫ് വോൺസ് ഇവിടെ 9 of wands ഉണ്ട് ആൻഡ് Queen of swords ഉണ്ട്. ഈ പേഴ്സൺ മേ ബി സെപ്പറേറ്റഡ് ആയിരിക്കാം, ഈ പേഴ്സൺ മേ ബി ഡിവോഴ്സ്ഡ് ആയിരിക്കാം. പക്ഷെ ഈ കാര്യം അവർ നിങ്ങളോട് പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ കുറെ ഹാർട്ട് ബ്രോക്കൺ ആണ്. അതുകൊണ്ട് നിങ്ങൾ കുറെ ഒരു ബിട്രിയൽ ആയി ഫീൽ ചെയ്യണു. ഇപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ പേഴ്സണെ കൂടെ ഇമ്മീഡിയറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ ഹാർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അവരോട് പറയണം എന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ദേഷ്യം കാരണമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ ഇമ്മീഡിയറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സൺ പക്ഷെ നിങ്ങൾക്കൊരു ലോങ് ടേം ഓഫർ ആണ് അവർക്ക് വേണ്ടേ നിങ്ങളുടെ കൂടെ. അപ്പൊ അവർ നിങ്ങളെ കുറിച്ച് സീരിയസ് ആണ്. ഓക്കെ, അവർക്ക് ഇപ്പോൾ അവർ സീരിയസ് അല്ലാച്ചാലും അവരുടെ ഇന്റൻഷൻ എന്താ വെച്ചാൽ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കുറെ സ്റ്റേബിൾ ഇന്റൻഷൻ ആണ് അവരുടെ. അപ്പൊ നൈറ്റ് ഓഫ് സോഴ്സ് ഇവിടെ എന്താണ്, 7 of wands ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അത്ര നിങ്ങൾക്ക് ഇപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നില്ല. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ചെയ്ത കാര്യം അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പിൽ കുറെ ബ്ലോക്സും ഉണ്ട്. ഈ പേഴ്സണും നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണം. ഈ സമയത്ത് അവരും കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് അറിയില്ല എങ്ങനെയാ ഇത് മുമ്പോട്ട് കൊണ്ടുപോവാ. പക്ഷെ അവർക്ക് റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ ലവേഴ്സ് ആണ്. നിങ്ങളൊരു ചോയ്സ് ആണ് എടുക്കാൻ പോണത്. ഈ പേഴ്സന്റെ കൂടെയാണോ മുമ്പോട്ട് പോകണ്ടേ, ഓരൽസ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണോ പോകണ്ടേ. ഈ പേഴ്സൺ കുറെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ നോക്കും, നിങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഈ ലവേഴ്സ് ഇവിടെ എന്താണ്, ജെമിനി എനർജി, 7 of swords. ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണിന്റെ പറഞ്ഞ ഈ പേഴ്സൺ ഒളിപ്പിച്ച കാര്യം കൊണ്ട് നിങ്ങൾ ഈ പേഴ്സന്റെ നിങ്ങൾക്ക് അത്ര ട്രസ്റ്റ് ഇല്ല ഈ പേഴ്സൺ പറയണ കാര്യത്തില്. അപ്പോ
നിങ്ങൾക്കത് ഒട്ടും മറക്കാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്തു എന്ന് തന്നെ നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ സീരിയസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക, അത് ഈ പേഴ്സണെ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യണോ ഓർ ഈ പേഴ്സണെ വിട്ടിട്ട് വേറെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണോ. ഈ പേഴ്സന്റെ എനർജിയിൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ലിയോ എനർജി, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരും, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അവർ നിങ്ങളെ കോൾ ചെയ്യും. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ വേണം, മാരേജും വേണം. പക്ഷെ അവർക്കൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ അവരുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോണത്. ആ ധൈര്യം കിട്ടുമ്പോൾ അവർ നിങ്ങളെ കോൾ ചെയ്യും. എന്താണ് ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം ഡെവിൽ. അപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ ഒരു ടോക്സിസിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ 5 of swords ഉണ്ട്, 5 of cups ഉണ്ട്. വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയി എന്ന് അങ്ങനെയും ആവാം. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് വേറെ കുറെ ആൾക്കാർ ഇവിടെ ഇൻവോൾവ് ആണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ കുറെ പോപ്പുലർ ആയിരിക്കാം, ഇല്ലാച്ച നിങ്ങൾ കുറെ പോപ്പുലർ ആണ്, നിങ്ങളുടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. വെച്ചാൽ മറ്റേ ആൾക്കാർ ഈ ജലസിയുടെ കാരണം ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു റിഗ്രറ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും നല്ലൊരു ചേർച്ചയായിരുന്നു, പക്ഷെ എന്തോ വേറെ ആൾക്കാരുടെ എന്തോ ഒരു ഗോസിപ്പോ ഇല്ലാച്ച ഇൻഫർമേഷന്റെ കാരണമാണ് ഇത്രയും വലിയൊരു കാര്യം പുറത്തു വന്നേ. ആൻഡ് അത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയേ. അപ്പൊ ഇവിടെ റൊമാൻറ്റിക് ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇത്രയും ആയിട്ടും ആ റൊമാൻറ്റിക് ഫീലിങ്സ് പോയിട്ടില്ല നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ. പക്ഷെ യെസ്, ഇവിടെ ഇഷ്യൂസ് ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ബിട്രിയൽ മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഉണ്ടാവണ വരെ ഈ റിലേഷൻഷിപ്പ് കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. പക്ഷെ ഇവിടെ ഞാനൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ റീകൺസിലിയേഷന് ഹൈ ചാൻസസ് ഉണ്ട്. എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. അപ്പൊ ഇവരെന്തോ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അപ്സെറ്റ് ആയിരിക്കണേ. You and I were too young. I hid who I really am from you. അപ്പോൾ ഈ പേഴ്സൺ കൺഫസ് ചെയ്യുന്നുണ്ട്, അത് അവരെന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. യു കെയിം ക്ലോസർ ദാൻ എനി വൺ. ആൻഡ് ഇവിടെ ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫൊർഗിവ് മീ വൺ ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഡെഫിനറ്റ്ലി എന്തോ നടന്നുണ്ട് ഇവിടെ. അത് മേ ബി ശരിയായിരുന്നില്ല, ഈ പേഴ്സൺ ചെയ്തത് ശരിയായിരുന്നില്ല. എന്തായാലും അവര് റീകൺസൈൽ ചെയ്യാൻ വരും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ഇക്വേരിയസ്, ലീബ്ര, ജെമിനായി കുറെ സ്ട്രോങ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. ഓക്കെ, ഇതാണ് മേജർ സൈൻസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസിനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.